ടീത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. നേരത്തേക്കാൾ കൂടുതൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടോട്ടലി എനിക്ക് 3 പല്ലാണ് പറിച്ചിട്ടുണ്ടായിരുന്നു. ആ മുത്തുകളെല്ലാം എടുത്തു കളഞ്ഞു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പല്ലിൽ ആദ്യമായിട്ട് ക്ലിപ്പ് ഇട്ടതിന് ശേഷമുള്ള എന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്റെ ഓരോ അപ്പോയിന്റ്മെന്റ്സിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്കമിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ തവണ ക്ലിപ്പ് ഇട്ടതിന് ശേഷം കൃത്യം 1 മന്ത് കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ചെന്നപ്പോ എനിക്ക് ജസ്റ്റ് ഒരു ടൈറ്റനിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കൃത്യം 3ാമത്തെ മാസം ആയപ്പോഴാണ് എനിക്ക് പല്ലിന്റെ എക്സ്ട്രാക്ഷൻ വേണ്ടി വന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അവര് പല്ലിന്റെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പല്ലിന് മുന്നേ ആയിട്ടുള്ള എല്ലാ ബ്രാക്കറ്റ്സും, അതായത് ആ മുത്തുകളെല്ലാം എടുത്തു കളഞ്ഞു. ആൻഡ് നോർമൽ പോലെ തന്നെ വയറിങ് കാര്യങ്ങൾ ചെയ്തിട്ടായിരുന്നു അതിന് മുന്നേ ഉള്ള അപ്പോയിന്റ്മെന്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൃത്യം 3ാമത്തെ മാസം ആവുന്ന സമയത്ത് ആ മുത്ത് മാറ്റിയിരിക്കുന്ന പല്ലാണ് എക്സ്ട്രാക്ട് ചെയ്തത്. അതായത് എനിക്ക് മേളിലത്തെയും താഴത്തെയും പല്ലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ 2 വീക്സ് കഴിഞ്ഞിട്ടാണ് പിന്നീടും എനിക്ക് നെക്സ്റ്റ് ടീത്ത് എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നത്. ടോട്ടലി എനിക്ക് 3 പല്ലാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് താഴത്ത് ഒരു ഗ്യാപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് 3 പല്ല് പറിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പൊ ഗ്യാപ്പ് ഇല്ലാത്ത സ്പേസിലാണ് അവർ എടുക്കാറുള്ളത്. അപ്പൊ എനിക്ക് മേളിലത്തെ 2 പല്ലും ഉണ്ട്, അതുപോലെ തന്നെ താഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പല്ലും കൂടിയാണ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 3 പല്ല് എടുത്തു. 1 മാസത്തിനുള്ളിൽ തന്നെ 2 തവണയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പല്ലിന്റെ എക്സ്ട്രാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പല്ല് എടുത്തതിന് ശേഷം നമുക്ക് പല്ല് നേരത്തേക്കാൾ കൂടുതൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടിട്ട് നല്ല ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. കുറെ കൂടി നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോ പല്ല് പറിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ പല്ലിൽ ക്ലിപ്പ് ഇട്ടവര് എങ്ങനെയൊക്കെയാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്, പ്രോപ്പർ വേ എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പല്ല് എക്സ്ട്രാക്ട് ചെയ്തു. അതിനുശേഷമുള്ള ഓരോ അപ്പോയിന്റ്മെന്റ്സിൽ പല രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് പിന്നീടുള്ള എല്ലാം ഓരോ മാസത്തെ ഗ്യാപ്പിന് ശേഷമായിരുന്നു എനിക്ക് അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓരോ മാസം ചിലപ്പോഴൊക്കെ ടൈറ്റ് ചെയ്ത് വിടും, ചില സമയത്ത് എന്ന് പറയുന്നത് വയറ് ചേഞ്ച് ചെയ്ത് വിടും. അപ്പോൾ ഓരോ പല്ല്, അതായത് മേളിലത്തെ പല്ലിന് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിലായിരിക്കും താഴത്തേക്ക് ചെയ്യുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഒരു ടൈമിൽ തന്നെ 2 പല്ലിലേക്കും പ്രഷേഴ്സ് കാര്യങ്ങൾ കൊടുക്കാറില്ല. ആദ്യത്തെ പല്ലിൽ ചെയ്ത് ടൈം എടുത്തതിന് ശേഷം നെക്സ്റ്റ് മന്തൊക്കെ പോകുമ്പോഴേ താഴത്തെ പല്ലിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഓരോരുത്തരുടെ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഈ പല്ല് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോ അപ്പോയിന്റ്മെന്റ്സ് കഴിയുമ്പോൾ ഭയങ്കര പെയിൻഫുൾ പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല. ആദ്യത്തെ 2 ദിവസത്തേക്ക് ചെറിയൊരു വേദന നമുക്ക് ഉണ്ടാവും. കാരണം ഒന്നെങ്കിൽ ടൈറ്റ് ചെയ്തതിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ വയർ ചേഞ്ചിങ് കൊണ്ടിട്ട് വരുന്ന ആ ഒരു ടൈറ്റനിങ് എഫക്ട് കൊണ്ടിട്ടായിരിക്കാം. ആ ഒരു ടൈമിൽ മാത്രമേ നമുക്കൊരു പെയിൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അല്ലാത്ത തവണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ ഒന്നും അല്ല ഈ പല്ലിൽ ക്ലിപ്പ് ഇടുക എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.